പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ക്ലാഷ് അറ്റ് ദി കാസിൽ 2024 കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് AJ സ്റ്റൈൽസ് എന്ന നമ്പർ 1 കണ്ടൻഡറിനെതിരെ ഐക്വിറ്റ് മത്സരത്തിലായിരുന്നു ഇന്ന് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഡി റോഡ്സിനും AJ സ്റ്റൈൽസിനും തുല്യ പ്രാധാന്യം പെർഫോമൻസ് പ്രകാരം ആ ഒരു മത്സരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഐക്വിറ്റ് മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ചെറുതായി അവർ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിങ്ങിലേക്ക് തന്നെ തിരികെ വന്നുകൊണ്ട് അവർ ആ ഒരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ചില വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കെൻഡോ സ്റ്റിക്ക്, സ്റ്റീൽ ചെയർ മുതലായവ. കൂടാതെ കോഡി റോഡ്സിനെ ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് സ്റ്റീൽ ചെയർ കൊണ്ടും കെൻഡോ സ്റ്റിക്ക് കൊണ്ടും ബ്രൂട്ടലായി AJ സ്റ്റൈൽസ് ആക്രമിക്കുന്നുണ്ട്. തിരിച്ച് AJ സ്റ്റൈൽസിനെ ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് കോഡിയും മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആക്രമിക്കുന്നുണ്ട്. കൂടാതെ ടേബിൾ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. കോഡി റോഡ്സിനെതിരെ AJ സ്റ്റൈൽസ് ഫിനോമിനൽ ഫോറാം എന്ന് പറയുന്ന ആ ഒരു ഫിനിഷിംഗ് മൂവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റീൽ ചെയർ AJ സ്റ്റൈൽസിനെതിരെ എറിയുകയും അദ്ദേഹം ബാലൻസ് തെറ്റിക്കൊണ്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വീഴുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിലുപരി ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് കോഡി റോഡ്സിൻ്റെ അമ്മ മത്സരം കാണാൻ വേണ്ടിയിട്ട് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി വെറുതെ ചൊറിഞ്ഞ് AJ സ്റ്റൈൽസ് 3 അടി മുഖത്ത് വാങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മത്സരം കുഴപ്പമില്ലാത്ത ഒരു എൻ്റർടൈനിങ് മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ അവസാനം റിസൾട്ടിലേക്ക് നയിക്കുന്നത് കോഡി റോഡ്സ് ഹാൻഡ് കഫ് ചെയ്ത AJ സ്റ്റൈൽസിന് നേരെ സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ വരുന്നു. അതിൽ കണ്ട് പേടിച്ച AJ സ്റ്റൈൽസ് ക്വിറ്റ് പറഞ്ഞുകൊണ്ട് മത്സരം അവസാനിക്കുന്നതും കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതേ സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് കോഡി AJയെ മത്സരശേഷവും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷമാണ് കോഡി റോഡ്സ് നെക്സ്റ്റ് പ്ലാൻ MATB എന്ന ഇനി വരാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ച കുറച്ച് പോയിന്റുകളാണ് ഇനി പങ്കുവെക്കാനുള്ളത്. ഐക്വിറ്റ് മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം എൻട്രൻസ് റാമ്പിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന കോഡി റോഡ്സിൻ്റെ അടുത്തേക്ക് നിലവിലെ ബ്ലഡ്ലൈൻ്റെ നേതൃത്വം വഹിക്കുന്ന സോളോ സിക്കോവ കയറി വരുന്നു. സോളോ സിക്കോവയും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. സോളോ എന്തിന് വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ കോഡിയുടെ മുഖത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ടാമ ടോങ്കയും ടോങ്ക ലോവയും വന്ന് കോഡിയെ ആക്രമിക്കുന്നു. കോഡിയെ സഹായിക്കാൻ വേണ്ടി കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും വരുന്നുണ്ട്. അങ്ങനെ ഇവരും ചേർന്നുകൊണ്ട് ബ്ലഡ്ലൈനെ ആക്രമിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നു. പിന്നീട് കോഡി, കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവർ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കോഡിയുടെ അടുത്ത എതിരാളി സോളോ സിക്കോവ ആയിരിക്കാൻ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു 80% MATB എന്ന ഈ ഒരു അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സോളോ സിക്കോവ തന്നെയായിരിക്കും കോഡിയെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റാൻഡി ഓർട്ടൻ്റെ ഒരു സ്പോട്ട് നമുക്ക് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഫൈറ്റിൽ കാണാൻ സാധിച്ചു. റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിനെ നോക്കി നിൽക്കുന്ന കുറച്ച് സെക്കൻഡുകൾ നമുക്ക് ഇന്ന് സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ഇതിന് മുൻപും കോഡിയുടെ ചാമ്പ്യൻഷിപ്പിന് റാൻഡി ഓർട്ടൻ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നോട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടന് ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം കോഡി റോഡ്സിനെതിരെയുള്ള ആ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധ്യതകളുണ്ട് എന്നും കോഡി റോഡ്സിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ റാൻഡി ഓർട്ടൻ ഹീൽ ടേൺ ആകാനും സാധ്യത ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് ആ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ 2 എതിരാളികൾ കോഡിക്ക് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്. അത് ഒന്ന് സോളോയും പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന റാൻഡി ഓർട്ടനുമാണ്. അതിലുപരി റോമൻ റീൻസിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു സ്റ്റോറി ഇപ്പോൾ ഏകദേശം അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ആയിട്ടുണ്ട്. അതായത് MATB എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡിയും സോളോ സിക്കോവയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ മത്സരം അവസാനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അവസാനിച്ചതിന് ശേഷമോ റോമൻ റീൻസിൻ്റെ റിട്ടേൺ WWE നടത്താൻ സാധിക്കും. കൂടാതെ ഈ MATB എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സമ്മർ സ്ലാം നടക്കുന്നത്. സമ്മർ സ്ലാമിൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടായിരിക്കും. റോമൻ റീൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നടത്താൻ പറ്റിയ വലിയ ഒരു ഇവൻ്റ് ആയിരിക്കും MATB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഡി വേഴ്സസ് സോളോ തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം കോഡിയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ സോളോയോ ആക്രമിക്കാനോ റോമൻ റീൻസിൻ്റെ ഒരു തിരിച്ചുവരവ് അവർക്ക് നടത്താൻ പറ്റിയ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ട്രിപ്പിൾ എച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കോഡിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.